നമ്മളെ ഒരു ടൈം കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിനെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് നമുക്ക് പണം തരുന്നത് ആരാണ്, ജോലി തരുന്നത് ആരാണ്? അത് ഞായറാഴ്ച കുർബാന മുടക്കി വേണം ജോലിക്ക് വരണമെന്ന് പറഞ്ഞാൽ നമ്മൾ പോയി കാലം നക്കിക്കൊണ്ട് അവർ ജോലി. അപ്പം പെണ്ണുമ്പിളോട് വിളിച്ച് പറയും, എടോ കുർബാന നാളെയും കാണാം, മനുഷ്യന് ഞാനും മക്കളും ജീവിക്കേണ്ടതെന്ന് ചോദിക്കും. മക്കളുടെ കാര്യം പറഞ്ഞ് ഞാൻ പറഞ്ഞ ഇങ്ങനെയുള്ള കക്ഷികളെല്ലാം പതുക്കെ അത് പ്രലോഭനമാണെന്ന് പറയണേ. പ്രലോഭനം ഉണ്ടാകും ചിലർക്ക്. വീഴ്ത്താനല്ല കർത്താവ് ഒട്ടകാലിൽ വീഴ്ത്താനാണ് നിന്നിട്ട് കാര്യമില്ലാതെ കൊണ്ടാണ്. ചില ആൾക്കാർ ഈശോ പറഞ്ഞില്ലേ പ്രലോഭനങ്ങൾ ഉണ്ടാവേണ്ടതാണെന്ന് പറയുന്നത്. എൻ്റെ കാര്യം എന്താണ്? ചില അണ്ണന്മാർ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് പണി കൊടുത്തോണ്ട് നിൽക്കുകയായിരിക്കും. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത് ആൾക്കാരുടെ ജനപ്പരപ്പം കാണുമ്പോൾ ഇത് മൊത്തം ദൈവത്തിൻ്റെ ആണെന്ന്? അങ്ങനെയൊന്നുമല്ല. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ചെറിയ രാജ്യങ്ങളുമായി ഭയപ്പെടേണ്ട, പിതാവ് നിങ്ങൾക്ക് രാജ്യം കൽപ്പിച്ച ദിവസമാകുന്നു. അതെങ്ങനെയാണ് ഈ ഫിൽട്ടറിങ് ഉണ്ടാവുന്നത്? ഈ ഫിൽട്ടറിങ് ഇതുപോലെയുണ്ട്. രാജാവിൻ്റെ കാര്യത്തിൽ തീരുമാനമായില്ലേ ഇപ്പം? അയാൾ ദൈവത്തെ കാണുമ്പോൾ കാണുന്ന ആരെയാണ്? പടനായകനെയാണ്. അപ്പോൾ പടനായകൻ ഉടനെ കോമഡി അടിച്ച് രാജാവിനെ സപ്പോർട്ട് ചെയ്യും. എന്നിട്ട് ദൈവത്തിൻ്റെ കാര്യം പറയുന്ന ആളെ കുറ്റപ്പെടുത്തും. പാമൂട്ടറാന്ന് പറയല്ലേ. അതിന് പകരം ഈ എലീഷായോട് ഈ പടനായകനും രാജാവിനും ഒത്തുകൊണ്ട് എലീഷയ്ക്ക് പണി കൊടുക്കണ കാണാം. അപ്പോൾ അതാണ് ഒരു കേവല വിശ്വാസം എന്ന് പറയുന്നത്. നമുക്ക് വിശ്വാസമുണ്ട്, പക്ഷേ ആ വിശ്വാസം കർത്താവ് പറഞ്ഞില്ലേ വിശ്വസിക്കുന്നവനെല്ലാം സാധ്യമാണ് എന്നതൊക്കെ വിശ്വസിക്കുക. ഇയാൾ അതുപോലും ദൈവത്തിൻ്റെ സാധ്യതയെപ്പോലും ഇയാൾ ചോദ്യം ചെയ്യുന്ന ആളാണ്. മോശത്തിന് പറ്റിയ ഒരു അടുപ്പം പോലെ മോശം വാഗ്ദാന നാട് സ്വന്തം കണ്ണുകൊണ്ട് കണ്ട്, പക്ഷെ കയറാൻ പറ്റി. കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതും രണ്ട് കാര്യങ്ങളാണ്. കാണപ്പെടാത്ത ഉണ്ടെന്ന ബോധ്യമാണത്. ഉണ്ട്, പക്ഷെ ആ ഉള്ളത് കൊണ്ട് ഉണ്ണണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതിന് വേറെ ടോക്കൺ കൊടുക്കണം. മനസ്സിലായില്ലേ? വിശ്വാസത്തിൽ നിന്ന് പ്രത്യാശയിലേക്ക് വരികയാണല്ലോ ഇത്. പ്രത്യാശിക്കുന്നവർ ലഭിക്കുമെന്നുള്ള ഉറപ്പ്, അതാണ് സംഭവം. വിശ്വാസം പ്രത്യാശ ഒന്നല്ല. പ്രത്യാശ എന്നവനെ കാണാം, നമുക്ക് ബോധ്യമുണ്ട്, പക്ഷെ അത് നമ്മുടെ കിട്ടണ തമ്മിൽ വ്യത്യാസമുണ്ട്. എല്ലാം സാധ്യമാണ്, വിശ്വസിക്കുന്നതിന് എല്ലാം സാധ്യമാണെന്ന് ഈശോ പറഞ്ഞിട്ടുള്ളൂ. അത് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരണമെങ്കിൽ ഇത്തിരി പണിയെടുക്കും. അത് നമുക്ക് അടുത്ത ടോക്കൺ കൊടുക്കേണ്ടി വരും. അതാണ് പ്രത്യാശ, സെക്കൻഡ് ടോക്കൺ. പ്രത്യാശ എന്താണ്? പ്രത്യാശ നമ്മൾ നിരാശരാക്കുന്നില്ല. രാജാവിനെ നിരാശയാക്കി, വിശ്വാസം മാത്രമേ അവർക്ക് ഉണ്ടായിരുന്നുള്ളൂ. കർത്താവെന്ന് അറിയാം, രാജാവിന് വിശ്വാസമുണ്ട്, പ്രത്യാശയില്ല.